പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പൂജ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം? എന്റെ നാട് നമ്മുടെ സ്വന്തം പാലക്കാടാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഇവിടെ ഞാൻ വന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല, സീസൺ 8ന്റെ കപ്പ് വെക്കാനാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അപ്പൊ ആരും പേടിക്കണ്ട, സീസൺ 8ന്റെ കപ്പ് എനിക്ക് മാത്രമാണ്. നീ എവിടെയാണ് കേറി പോണത്? ലോകകപ്പ് നേടിയ ഒരു രാജ്യം കപ്പടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ആദ്യം അത് ലോകകപ്പ് മത്സരം കളിക്കാനുള്ള യോഗ്യത നേടണം. ബിഗ് ബോസിൽ കപ്പടിക്കുന്നതല്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ബഹളം വെക്കേണ്ടത്. അത് പിന്നത്തെ കാര്യം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇന്നലത്തെ ദിവസം പോലും പാസ്സാകാൻ പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് കപ്പടിക്കുമെന്ന് പറഞ്ഞത്. ഇന്നലെ ആ ഒരു ടാസ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല, അപ്പൊ വിഷമം ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. ഇന്നലത്തെ കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ ജസ്റ്റിസ് സർവ് ചെയ്തിട്ടില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ലോക്ക് ഓപ്പൺ ചെയ്തവർക്ക് മാത്രമേ ആ റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. പൂജ കരഞ്ഞത് കാരണം മാത്രം അവിടെ ഒരു ഇമോഷണൽ സീൻ ഉണ്ടാക്കി. ചിലപ്പോ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നോ പൂജയെ കയറ്റിവിട്ടാൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്? അപ്പോൾ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞത് കൊണ്ടാണോ കയറ്റിവിട്ടത്? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. പൂജയ്ക്ക് ക്ലൂ കിട്ടിയായിരുന്നോ? ഇനി ബാക്കിയുള്ള ഇവരുടെ കയ്യിൽ ആർക്കൊക്കെ ക്ലൂ ഉണ്ടായിരുന്നു? എന്റെ കയ്യിലുണ്ടായിരുന്നു. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. ഓക്കെ, പക്ഷേ കീ അതിന്റെ ഉള്ളിൽ കേട്ടതിന് മുമ്പ് ഒരു മഹത് വ്യക്തി വന്ന ലോക്ക് ജാമാക്കി. ഒരു കാര്യം നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, നിങ്ങളാണ് കൂട്ടത്തിൽ ഏറ്റവും അലമ്പ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇവിടെ കളിച്ച് ജയിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഫെയർ ആണോ അൺഫെയർ ആണോ നമുക്ക് പബ്ലിക് തീരുമാനിച്ചോളൂ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.